ഇച്ചായ ഇടറിക്കൊണ്ട് വാക്കുകൾ പെറുക്കിക്കൂട്ടി അവൾ വിളിച്ചു. ആ വിളി അവന്റെ കർണപടത്തിലൂടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചത് അവൻ അറിഞ്ഞു. വാശിയോടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഓടിക്കയറി. അവന്റെ പോക്ക് നോക്കി നിർവികാരമായി അവൾ നിന്നു. വേച്ചു തുടങ്ങിയ കാലുകളെ വലിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. പലയിടത്തും തട്ടി വീഴാനാണെങ്കിലും അവൾ കൂടുതൽ വാശിയോടെ കാലുകൾ വലിച്ചു നടന്നു. പക്ഷേ പലയിടത്തും അവൾ തോറ്റുപോയി. തറവാടിന്റെ മുറ്റത്തെത്തിയപ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന ആംബുലൻസ് അവൾ കണ്ടത്. അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഫ്രണ്ട് ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന നന്ദനെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ നിന്നു. ലച്ചുവിനെ കണ്ട നന്ദൻ അവൾ അലിവോടെ നോക്കി. അവന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ അവളിൽ ഭീതി ജനിപ്പിച്ചു. തളർന്നു തുടങ്ങിയ ശരീരത്തെ പിടിച്ചെത്തിക്കൊണ്ട് അവൾ അവനരികിലേക്ക് ഓടി. എന്താ എന്താ നന്ദേട്ടാ, എന്താ ആംബുലൻസിൽ? നന്ദേട്ടന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒരുതരം ഭയം തന്നെ പൊതിയുന്ന അവൾ അറിഞ്ഞു. നന്ദൻ ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറകുവശത്തേക്ക് നടന്നു. ഡോർ തുറന്നൊരു നോക്ക് കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഇരുട്ട് കയറി അവൾ താഴേക്ക് പതിച്ചിരുന്നു. കുഴഞ്ഞു വീണ അവളെ നന്ദന്റെ കൈകൾ താങ്ങി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പൊട്ടിക്കരഞ്ഞു. കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ മുമ്പിൽ കിടക്കുന്ന ഭദ്രയെയും മാധവനെയും ജോർജിനെയും അവൾ കൺസിമാതെ നോക്കി. മാലതിയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവരെ തന്നെ നോക്കിക്കിടന്ന അവളെ കണ്ട് എല്ലാവരുടെയും ചങ്ക് പൊട്ടി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നില്ല. അവിടെ ഒരു തരം നിസ്സഹായതയായിരുന്നു. ആക്സിഡന്റ് ആയിരുന്നു. വയനാട് ചുരം കയറുമ്പോൾ ഓപ്പോസിറ്റ് ലോറി വന്ന ട്രീസ ചേച്ചി മാത്രം പുറത്തേക്ക് തെറിച്ചു വീണു. കാറ് തരിപ്പണായെന്നാ കേട്ടത്. 3 പേരും സ്പോട്ടിൽ തീർന്നു. ആരൊക്കെയോ പറയുന്നത് ഏതോ ലോകത്തെന്ന പോലെ അവൾ കേട്ടു. ഒന്ന് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു ആരൊക്കെയോ ചേർന്ന് താങ്ങി പിടിച്ചുകൊണ്ടുവരുന്ന ഡെന്നി. അവനെ കണ്ടിട്ടും അവളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുതരം മരവിച്ച അവസ്ഥ. കൺമുമ്പിൽ പ്രിയപ്പെട്ടവർ ചലനമറ്റ് കിടക്കുമ്പോഴുണ്ടാവുന്ന ആ മരവിപ്പ് അവളെയും ബാധിച്ചു. മാധവന്റെയും ഭദ്രയുടെയും കർമ്മങ്ങൾ ചെയ്തത് നന്ദനും ഡെന്നിയും കൂടെയാണ്. പണ്ടെപ്പോഴും അയാൾ പറയുമായിരുന്നു, മരിച്ചു കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആൺമക്കൾ 2 നന്ദനും ഡെന്നിയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചിതക്ക് തീ കൊളുത്തിയത്. കണ്ടു നിന്നവരെല്ലാം ആ കാഴ്ച കാണാനാവാതെ കണ്ണീരൊപ്പി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ജോർജിനെ പള്ളി ശ്മശാനത്തിലടക്കി. പക്ഷേ ലച്ചു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ചലനമില്ലാതെ ഏതോ ലോകത്തെന്ന പോൽ അവൾ ഇരുന്നു. ട്രീസയുടെ നില അല്പം വഷളായതുകൊണ്ട് ഡെന്നി ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു. അമ്മച്ചിയെങ്കിലും തിരികെ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം ലച്ചുവിനെ നോക്കിയത് മാലതിയാണ്. ഏട്ടന്റെ മകളായിട്ടല്ല, സ്വന്തം മകളായിട്ടാണ് അവരവളെ കണ്ടത്. അവളെ കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം അവരായിരുന്നു. മുന്നിൽ ചലനമില്ലാതെ പാവയെപ്പോലെ ഇരിക്കുന്ന അവളെ കണ്ട് അവർ പലപ്പോഴും വിങ്ങിപ്പൊട്ടി. ദിവസങ്ങൾ കഴിയുന്തോറും ലച്ചുവിന്റെ മൗനം കൂടി വന്നു. ആരോടും മിണ്ടാതെയും പറയാതെയും അവൾ ആ മുറിയിൽ ഒതുങ്ങിക്കൂടി. ഇടയ്ക്ക് ജനലിലൂടെ മാധവനെയും ഭദ്രയെയും അടക്കിടത്തേക്ക് മിഴിച്ചിമാതെ നോക്കി നിൽക്കുന്ന കാണാം. പിന്നെ മാലതി നിർബന്ധിച്ചുകൊണ്ട് വന്ന് കിടത്തണം. നന്ദൻ എന്നും വന്ന് അവളുടെ അരികിലിരിക്കും. പക്ഷേ അതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ട്രീസയുടെ നില കുറച്ച് മെച്ചപ്പെട്ടപ്പോൾ അവരെ റൂമിലേക്ക് മാറ്റി. ഭർത്താവിന്റെയും കൂട്ടുകാരുടെയും സഹോദരനായി കണ്ടവന്റെയും മരണവാർത്ത അവരെ വല്ലാതെ ഉലച്ചു. ആ കിടപ്പിൽ കിടന്ന് അവർ വാവിട്ട് കരഞ്ഞു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ഡെന്നി നിസ്സഹായനായി. ഈ സമയമെല്ലാം ഡെന്നിക്കൊപ്പം നന്ദനും ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനായും സഹോദരനായുമെല്ലാം. 1 മാസത്തിന് ശേഷം ട്രീസയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പള്ളിപ്പറമ്പിൽ പോയി ജോർജിന്റെ കുഴിമാടത്തിനു മുമ്പിൽ നിന്ന് അവർ പൊട്ടിക്കരഞ്ഞു. കൂടെ കൂട്ടിയതിൽ പിന്നെ ആ കണ്ണൊന്നിറിയാൻ ജോർജ് അനുവദിച്ചിരുന്നില്ല. പ്രണയകാലമായിരുന്നു അവരുടെ. ഡെന്നി ഉണ്ടായതിനു ശേഷവും ഒരു തരി പോലും കുറയാതെ ആ ഇഷ്ടം കൂടിയിരുന്നു. പ്രാണന്റെ പാതിയായവൻ ഇപ്പോൾ ഇല്ലെന്ന സത്യം തളർത്തിക്കളഞ്ഞു. അവരതിൽ നിന്നും കരകയറാൻ ഒരുപാട് സമയമെടുത്തു. ഡെന്നി, മുറിയിരിക്കുന്ന ഡെന്നിയുടെ അരികത്ത് ട്രീസ വിളിച്ചു. എന്നെ താമസി, വയ്യായി വല്ലതും ഉണ്ടോ? വിളിച്ചാൽ അങ്ങോട്ട് വരില്ലേ? എന്നാത്തിന് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്ന്? അവരെ ശാസിച്ചുകൊണ്ടവൻ പറഞ്ഞു. വയ്യായിക ശരീരത്തിനല്ലടാ, മനസ്സിനാ. ശരീരത്തിന്റെ മുറിവുകൾ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ മനസ്സിനേറ്റ മുറിവ് മാറണമെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും. എന്നാത്തിനാ എന്നെ മാത്രം കർത്താവ് ബാക്കി വെച്ചത്? കൊണ്ടുപോയിക്കൂടായിരുന്നു അവരുടെ കൂടെ? ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. മാലാക്കമാർക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവും. ഈ ചായനും മാധവേട്ടനും കൂടെ എന്തൊക്കെയോ തീരുമാനിച്ച് പിള്ളേർക്ക് സർപ്രൈസ് തരണമെന്ന് പറഞ്ഞു വന്നതാ. ഒന്നിനും യോഗമില്ലാതായി, ഞാൻ മാത്രം ബാക്കിയായി. അവർ വിതുമ്പലോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല അമ്മച്ചി. അമ്മച്ചി കൂടെ പോയാൽ എനിക്ക് പിന്നെ ആരാ? ഒറ്റക്കായി പോവില്ല ഞാൻ. പേടിയാ അമ്മച്ചി. ഇപ്പോഴും ഒറ്റക്കായ ഞാൻ ആ പഴയ കൊച്ചുകുഞ്ഞ് തന്നെയാണ്. അമ്മച്ചിയുടെ അപ്പച്ചനെയും ചൂട് തേടി വരുന്ന ആ പഴയ ഡെന്നി. അവരുടെ മടിയിൽ കിടന്നുണ്ടാവും പറഞ്ഞു. അവർ കണ്ണീർ വാർത്തുകൊണ്ട് അവന്റെ മുടിയിൽ തലോടി. അമ്മച്ചി ഒരു കാര്യം പറഞ്ഞ എന്റെ മോൻ അനുസരിക്കുമോ? കുറച്ചു നിമിഷത്തിന് ശേഷം ട്രീസ് ചോദിച്ചു. അമ്മച്ചി പറ. അവൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. നമുക്ക് ഇവിടെ വേണ്ട ഡെന്നി. ഇച്ചാനില്ലാതെ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ചങ്ക് പൊട്ടി പോവാടാ.
പറ്റുന്നില്ലടാ അമ്മച്ചിയെ കൊണ്ട്. നമുക്ക് തൽക്കാലം വയനാട്ടിലേക്ക് പോവാം. ഇനിയുള്ള ബിസിനസ്സൊക്കെ അവിടെ നോക്കിയാൽ മതി. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എൻ്റെ മോൻ അമ്മച്ചിയെ കൂടെ നഷ്ടപ്പെടും, അവർ പറഞ്ഞു. ഡെന്നി എഴുന്നേറ്റിരുന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞ വേദുവിന്റെ മുഖമാണ്. കഴിയുമോ തനിക്ക് അവളെ ഒറ്റക്കാക്കി പോവാൻ? ഒപ്പം തന്നെ നന്ദന്റെ മുഖവും മനസ്സിലേക്ക് വന്നപ്പോൾ അവന്റെ ചുണ്ടിൽ വേദനയെ ചാലിച്ച വരണ്ട പുഞ്ചിരി തെളിഞ്ഞു. ഒരു കണക്കിന് പോകുന്നതാണ് നല്ലത്. അവൾ മറ്റൊരുവന്റെ ആവും തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ ട്രീസയെ നോക്കി സമ്മതം മൂളി. അവരവന്റെ നെറുകയിൽ മുത്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഇറുകിയടച്ച ഡെന്നിയുടെ കണ്ണുകളിൽ നിന്ന് വാശിയോടെ നീർമുത്തുകൾ പുറത്തേക്ക് ചാടി. കാൽമുട്ടിൽ മുഖം പൊഴുത്തിയിരിക്കുന്ന ലച്ചിന് മുമ്പിൽ ട്രീസ നിന്നു. പക്ഷേ അവർ വന്നുപോലും അറിയാത്തൊരു ലോകത്തായിരുന്നു. മോളെ ലച്ചു, ട്രീസ അവിടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ തലയുയർത്തി അവർ തന്നെ ഉറ്റുനോക്കി. എന്തിരിപ്പാ കുഞ്ഞേ ഇത്, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അമ്മച്ചിയുടെ ചങ്ക് പൊട്ട്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? മനസ്സിലെ വിഷമങ്ങൾക്ക് കുറച്ചെങ്കിലും അറുതി വരട്ടെ, അവരുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. പതിയെ അവളുടെ നോട്ടം വാതിൽപ്പടി നിൽക്കുന്ന ഡെന്നിയിലേക്കായി. അവനെ നിറഞ്ഞ പൂച്ചക്കണ്ണുകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഇച്ചായ, അവളുടെ ശബ്ദം നേർത്തുപോയിരുന്നു. പക്ഷെ ആ നേർത്ത ശബ്ദം അവന്റെ കാതിൽ പതിഞ്ഞപ്പോൾ അവന്റെ കാലുകൾ അവൾക്ക് നേരെ കുതിച്ച്. കാറ്റുപോലെ പാഞ്ഞു വന്നവൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അവളെ തട്ടിപ്പറിച്ച് കെട്ടിപ്പിടിച്ച്. അസ്ഥികൾ നുറുങ്ങുന്ന രീതിയിലുള്ള അവന്റെ പിടുത്തം അവളെ ആ സമയത്ത് വേദനിപ്പിച്ചില്ല. ഒരു വേള അവളത് ആഗ്രഹിച്ചിരുന്നു. ചായാനൊരു തോള് കിട്ടിയ പോലെ അവളുടെ കൈകളും അവനിൽ മുറുകി. ഒരു മാസത്തിന് ശേഷം ആദ്യമായി അവളുടെ കരച്ചിൽ ചീളുകൾ ആ വീടിന്റെ ചുമരിൽ തട്ടി പ്രതിഫലിച്ചു. വേദു, അവന്റെ ശബ്ദം നേർത്തു പോയിരുന്നു. ഈ ചായ, അമ്മ, അച്ഛൻ എല്ലാവരും പോയി ചായ. എന്നെ ഒറ്റക്കിട്ട് പോയി എല്ലാവരും. തിരികെ വരാൻ പറയിച്ചായ. എന്നെ തനിച്ചാകലെന്ന് പറ. ഈ ചായ പറഞ്ഞവർ കേൾക്കും. ഞാൻ അപ്പച്ചനോട് ഇനി തല്ലുകൂടില്ല ഈ ചായ. എനിക്ക് ഒരുപാട് ഇഷ്ടം അവരെന്നൊന്നും പറയൂ. അവനെ കെട്ടിപ്പിടിച്ച് അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ അവളെ വാത്സല്യത്തോടെ തഴി. പതിയെ അവളുടെ ശബ്ദം നേർത്തു വന്നു. എന്നെ ഒറ്റക്കാക്കലെന്ന് പറയിച്ചായ. കണ്ണുകൾ അടയുമ്പോൾ അവൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. പതിയെ മയക്കത്തിലേക്ക് വീണ അവളെ അവൻ ബെഡിലേക്ക് കിടത്തി. അമ്മച്ചി, അവൻ ലച്ചുവിനെ നോക്കി ദയനീയമായി ട്രീസയെ വിളിച്ചു. കൂടെ കൊണ്ടുപോകണം തന്നെയാണ് ഡെന്നി എന്റെയോ ആഗ്രഹം. സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്, എന്റെ മോള. പക്ഷേ നമ്മളെക്കാൾ അവളിൽ അവകാശമുള്ളവർ ഇവിടെയുള്ളപ്പോൾ. മാത്രമല്ല, നന്ദന് പറഞ്ഞു വെച്ചല്ലേ ലച്ചുവിനെ. അവന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായിക്കൊണ്ട് അവർ പറഞ്ഞു. പതിയെ തിരിഞ്ഞടക്കുമ്പോൾ ട്രീസയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാഴ്ച മറഞ്ഞിരുന്നു. ഡെന്നി മയങ്ങിക്കിടക്കുന്ന ലച്ചുവിനെ നോക്കി പതിയെ അവളെ ഉണർത്താതെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച്. എഴുന്നേറ്റ് അവളുടെ കാലിലും തൊട്ട് മനസ്സിൽ മാപ്പിരുന്നുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഈശ്വരമഠത്തിന്റെ ഗേറ്റ് കടന്ന് ഡെന്നിയുടെ കാറ് കടന്നു പോകുമ്പോൾ ഇതൊന്നും അറിയാതെ ലച്ചു പതിയെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. എന്നെ ഒറ്റക്കാക്കലിച്ച എനിക്കാരുമില്ല. പ്രസന്റ്. ട്രീസയുടെ മടിയിൽ കിടന്ന് പഴയ ഓർമ്മയിൽ കണ്ണീർ വാർക്കുന്ന ലച്ചുവിനെ മായയും പ്രഭാകരൻ അലിവോടെ നോക്കി. രാജകുമാരിയെ പോലെ ജീവിച്ച് ഒരു നാൾ അനാഥയാകേണ്ടി വന്നവരുടെ വേദന ആലോചിച്ചപ്പോൾ അവർക്ക് സഹതാപം തോന്നി. മായ മെല്ലെ അവളുടെ മുടിയിൽ തലോടി. കൂടെ കൂട്ടിയ അന്ന് മുതലും സ്വന്തം മോളെ പോലെയാണ് നിന്നെ കണ്ടവും സ്നേഹിച്ചത്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനമായിട്ടാ നിന്നെയും മോളെയും ഞങ്ങൾ കണ്ടത്. ഇനി എൻ്റെ മോള് കരയരുത്, ഞങ്ങളാ ഇനി നിന്റെ അച്ഛനും അമ്മയും. മായ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു കണ്ണുകൾ തുടച്ച് ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. ഡെന്നിയുടെ കയ്യിൽ ഇരുന്ന മിഴിമോള് നടക്കുന്ന എന്താണെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ്. ലച്ചു എന്തിനാ കഴിഞ്ഞത്? അവൾ സങ്കടത്തോടെ ഡെന്നിയോട് ചോദിച്ചു. അതെന്താണെന്നറിയോ, ലച്ചുവും ട്രീസ കൊച്ചും പണ്ട് മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മളെ പോലെ. ഇടയ്ക്ക് വെച്ച് ട്രീസ കൊച്ച് ലച്ചുവിനെ ഒറ്റക്കാക്കി പോയി. ഇപ്പൊ കണ്ടപ്പോ ആ വിഷമത്തിലാ ലച്ചു കരഞ്ഞത്. അവൻ അവിടെ തുടുത്ത കവിളിൽ ഉമ്മച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട മിഴി നിർബന്ധപൂർവ്വം ഡെന്നിയുടെ കയ്യിൽ നിന്നിറങ്ങി ട്രീസയുടെ മുന്നിൽ പോയി നിന്നു. എല്ലാവരും അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി. ടീസ കൊച്ച് എന്തിനെന്റെ ലച്ചുവിനെ ഒറ്റക്കാക്കി? അതല്ലേ ലച്ചു ഇപ്പൊ കഴിഞ്ഞത്. ഫ്രണ്ട്സായി ഒറ്റക്കാക്കാൻ പാടില്ല, കേട്ടല്ലോ. ലച്ചുവിനോട് സോറി പറ, വേഗം പറ. അവൾ കൈകിട്ടി ഗൗരവത്തോടെ പറഞ്ഞു. ആ കുഞ്ഞു മുഖത്ത് വിരിഞ്ഞ ഗൗരവവും സ്വന്തം അമ്മ കരഞ്ഞപ്പോൾ കണ്ട ആകുലതയുമെല്ലാം എല്ലാവരും കൗതുകത്തോടെ നോക്കി. അയ്യോ സോറി മാഡം, ഇനി ഞാൻ കരയിക്കില്ല. ലച്ചുവിനെ ഒറ്റക്കിട്ട് പോവില്ല, പോരെ? ട്രീസ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആ, ഇനി പോയ എന്റെ സ്വഭാവം മാറും, കേട്ടല്ലോ. അവൾ അതേ ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ നീ പോടി, നീ ആരെ പേടിപ്പിക്കുന്നേ? നിന്റെ അമ്മയായതിനു മുന്നേ അവൾ എന്റെ മോളാ. അവള് വലിയൊരു സാമർത്ഥ്യക്കാരി. ട്രീസ മനപ്പൂർവ്വം അവളെ എരിയേറ്റി. ട്രീസയുടെ ഡയലോഗ് ഇട്ട് മിഴി മായെ നോക്കി. കന്തിത്ത് അധികം സമയമായില്ല, അപ്പൊ ഈ കൂറ്റാരിക്കെല്ലാം പതിപ്പിച്ചു കൊടുത്തല്ലേ? നിങ്ങൾക്ക് നാനുണ്ടോ കുഞ്ഞിപ്പിള്ളേരോട് തല്ലുകൂതാൻ?
അവൾ മായയും ട്രീസയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ സംഭവം എന്നറിയാതെ ട്രീസയും ടെന്നിയും മായയെ നോക്കി. പ്രഭാകരൻ ലച്ചുവും ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഇവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ ഇടയ്ക്ക് പറയുന്ന ഡയലോഗാ. ലച്ചു എന്റെ മോളായിട്ടാണ് നിന്റെ അമ്മയായതെന്ന്. അതാ ഈ കാന്താരി അങ്ങനെ പറഞ്ഞു. മായ ഒരു ചമ്മലോടെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷെ നമ്മുടെ കക്ഷി മാത്രം ചിരിക്കാതെ ഗൗരവത്തിൽ നിന്നു. അത് കണ്ട് ടെന്നി അവളെ എടുത്ത് ഉയർത്തി വട്ടം കറക്കി. ഹാ, ഒന്ന് ചിരിക്കേണ്ട കുഞ്ഞൂസ്. എന്റെ കുഞ്ഞൂന് ചിരിക്കുന്ന ഭംഗി ഈ ഗൗരവം ഒട്ടും ചെയ്യില്ല. ചിരിക്കടി കള്ളിപ്പെണ്ണ്. അവൻ അവളുടെ വയറിൽ ഇട്ടിട്ടു. ഞാൻ ചിരിച്ചാലേ ഇവരൊക്കെ വശലാവും. അവൾ വാപ്പുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ടെന്നി പൊട്ടിച്ചിരിച്ചു. കാലങ്ങൾക്ക് ശേഷം ഉയർന്നുകേട്ട് അവന്റെ ചിരി കണ്ട് ട്രീസ സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചു. ലച്ചു ഒരു വേള ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന അവന്റെ പൂച്ചക്കണ്ണുകളുടെ ആഴത്തിൽ മുങ്ങിപ്പോയി. മോളയും എടുത്തുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ട് അവളുടെ ഉള്ളം നീറി. അവന്റെ നോട്ടം അവളിലേക്ക് വീഴുന്ന കണ്ടത് അവൾ പരിഭ്രമത്തോടെ നോട്ടം മാറ്റി. അത് കണ്ട് അവന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു. മോളെ, അമ്മച്ചി ഒരു കാര്യം ചോദിച്ചാൽ മോൾക്ക് വിഷമാവൂ? ട്രീസ പതിയിൽ ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ അമ്മച്ചി? ട്രീസയുടെ ചോദ്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള പരിഭ്രമം ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അത് നന്ദൻ, മോളും നന്ദനും തമ്മിൽ എന്താണ് പ്രശ്നം? നിന്റെ ഈ ഒഴിഞ്ഞ സിന്ദൂരേഖയും കഴുത്തും കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഒരു കാര്യം ഉറപ്പായി. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. പറ മോളെ, എന്താ കാര്യം? അവരൊരു അമ്മയുടെ ആകുലതയോടെ ചോദിച്ചു. ഡെന്നി അത് കേട്ട് അവൾ നോക്കി. അവനുള്ളിൽ അവളുടെ മറുപടി കേൾക്കാൻ തിടുക്കമായി. അത് അമ്മച്ചി, ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല. നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്തോ അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. സത്യങ്ങളെന്നും താൻ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള സ്വാർത്ഥത, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള ഭയം. ഞാൻ സംസാരിക്കുന്ന അവനോട് എനിക്കറിയാത്ത മോനല്ലല്ലോ അവൻ. എന്റെ ഡെന്നിയെ പോലെ തന്നെയാണ് എനിക്ക് നന്ദിന്. അമ്മച്ചി സംസാരിക്കാം. കുഞ്ഞിനെയും കൂടി നീ എത്ര നാളെ ഈ ഒറ്റയ്ക്ക് കഴിയുന്നു? ട്രീസയുടെ സംസാരം ടെന്നിയിലൊരു വേദന പടർത്തി. ലച്ചുവിനെ വീണ്ടും കണ്ടപ്പോൾ ഉള്ളിൽ കുഴിച്ചു മൂടാൻ ശ്രമിച്ച അവളോടുള്ള പ്രണയം പുറത്തു വന്നെന്ന് അവന് മനസ്സിലായി. വീണ്ടും കണ്ടപ്പോൾ കർത്താവ് തനിക്ക് തിരികെ നൽകിയതാണെന്ന് വിശ്വസിച്ചു. പക്ഷേ അല്ല, ഈ ജന്മം അവളെ തനിക്ക് വിധിച്ചിട്ടില്ല. അവൻ മിഴിമോളെ നോക്കി. എന്തോ ഒരു ആത്മബന്ധം തോന്നുന്നു ഈ കുഞ്ഞുമായി. കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അവൾ ഹൃദയത്തിൽ കയറി. എന്നും ഈ കുഞ്ഞു കൈകൾ തന്റെ കൈകളുമായി ചേർത്ത് പിടിക്കാൻ ഒരു കൊതി. പക്ഷേ പാടില്ല. ഇവൾക്കൊരു അവകാശമുണ്ട്. ഒരച്ഛന്റെ സ്നേഹവും കരുതലും ആവശ്യമുള്ള പ്രായമാണ്. നന്ദിനെ കണ്ട് സംസാരിക്കാം. ചെറിയ തെറ്റിദ്ധാരണകളാണെങ്കിൽ പറഞ്ഞു തീർക്കാം. വേണ്ട, എനിക്ക് വേണ്ടി ആരെയും കാണണ്ട. ലച്ചുവിന്റെ ശബ്ദമാണ് ഡെന്നിയെ ചിന്തകളിലും തിരികെ കൊണ്ടുവന്നത്. മോളെ, അമ്മച്ചി പറഞ്ഞത്. വേണ്ട അമ്മച്ചി, ഒന്നും വേണ്ട, ആരെയും വേണ്ട. ഞാനും എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മച്ചി നന്ദേട്ടനെ കാണണ്ട. ഞാൻ ഇവിടെയുള്ള നന്ദേട്ടൻ അറിയില്ല. ഇനി ഞാൻ അറിയാതെ കാണാനാണ് ഭാവെങ്കിൽ ആരോടും പറയാതെ എൻ്റെ മോളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് പോകും. എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് അവൾ ഫ്ലാറ്റിലേക്ക് ഓടി. ട്രീസ കണ്ട് വിഷമത്തോടെ എല്ലാവരെയും നോക്കി. സാരല്ല, പഴയ കാര്യങ്ങൾ ചോദിച്ചാൽ അവൾ ഇങ്ങനെയാ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ചോദിക്കാറില്ല. ഞങ്ങൾക്ക് അവളെ കിട്ടുമ്പോൾ അവളുടെ വയറ്റിൽ 2 മാസം പ്രായത്തിലുള്ള ഈ കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. അന്നു മുതൽ സ്വന്തമായിട്ടാ കരുതിയത്. ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കാൻ നിൽക്കാറില്ല ഞങ്ങൾ. ഇപ്പം അവൾ സന്തോഷത്തില്ല. മോളുടെ ചിരിയും കളിയും ഒരു പരിധിവരെ അവളുടെ വിഷമങ്ങൾ അകറ്റാൻ സഹായിച്ചു. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. മായ കണ്ണുകൾ തുടച്ചുകൊണ്ട് ട്രീസയോട് പറഞ്ഞു. ട്രീസ ശരിയെന്നുള്ള രീതിയിൽ തലയാട്ടി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, രാത്രിയിലേക്കുള്ളത് എന്തെങ്കിലും നോക്കണം, അവർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്. മാഡം വരുന്നില്ലാവോ, അതോ ഇവിടെ തന്നെ കൂടാനാണോ പ്ലാന്? പ്രഭാകരൻ ഡെന്നിയുടെ കയ്യിലിരിക്കുന്ന മിഴിമോളെ നോക്കി ചോദിച്ചു. ഞാൻ വരുന്നില്ല, പെബേറ്റം പോയിക്കോ, ഞാനിപ്പോ വിധയാ. നിങ്ങളുടെ ഒനക്ക ചപ്പാത്തി തിന്ന് എനിക്ക് മധുത്തു. ടീസ കൊഞ്ച് ചിക്കൻ വെച്ച് തരും, അതൊക്കെ തിന്നിട്ട് കിടക്കാൻ വരാത്തോ? അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടാവോ? കിടപ്പ് ഇവിടെ തന്നെ ആക്കിക്കോ, ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അയാൾ അവളെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അത് പറ്റൂല, ഞാനിവിടെ കന്നാലേ എന്റെ ലച്ചു ഒത്തക്കാവും. നിങ്ങൾ രണ്ടാലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ലച്ചുവിനാരെ നോക്കുക? അവൾ ആകുലതയോട് ചോദിച്ചു. ഹോ, ലോകത്ത് എവിടെയില്ലാത്ത ഒരു അമ്മയും മോള്. നീ എപ്പോഴെങ്കിലും വായോ, ഞാൻ പോണു. അയാൾ ഇറങ്ങി നടന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു മായയും നടന്നു. ഡെന്നി മിഴിയേയും കൊണ്ട് റൂമിലേക്ക് പോയി. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ ട്രീസ അടുക്കളയിലേക്കു. രാത്രിയിൽ മായ ലച്ചുവിനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് അവരവരുടെ അമ്മയായിരുന്നു. കിടക്കാനായി ബെഡ് തട്ടിക്കൊടുമ്പോഴാണ് മിഴിമോൾ ഓടി വന്ന് ബെഡിൽ കയറിയത്. ഓ വന്നോ, എന്തേ പോന്ന്? അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ലച്ചു ചെറിയൊരു കുശുമ്പോടെ ചോദിച്ചു. ഞാൻ വിചാരിച്ചതാ, പക്ഷെ ലച്ചുവിനെ എന്നെ കാണാതെ ഉറക്കം വരില്ലല്ലോ, അപ്പൊ വരാന്ന് കരുതി. ലച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓ, ലച്ചുവിനെ പറ്റി ചിന്തയുള്ളൊരു മോള്. അവൾ മുഖം കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞിടന്നു. മിഴി അവളെ തോണ്ടി. പക്ഷെ ലച്ചു അതറിയിട്ടു കള്ളപ്പരിഭം കാണിച്ച് നടന്നു. ദേ, അമ്മൂമ്മേനെ പോലെ ലച്ചു വലിയ ഷോ ഇറക്കാനാണ് ഭാവെങ്കിൽ ഞാൻ പോയി അപ്പുറത്തേക്ക് അതുക്കുട്ടോ.
പറഞ്ഞതൊന്നും വേണ്ട. സാധാരണ പിള്ളേരുടെ അടുത്ത് ഇറക്കുന്ന അടവൊന്നും ഇവിടെ ചെലവായില്ല മക്കളെ. ഇതാള് വേറെയാ. പറഞ്ഞ പോലെ ചെയ്യുന്ന അറിയുന്നുണ്ട്. ലച്ചുമേലെ തിരിഞ്ഞിടന്നു. ആ അങ്ങനെ വൈക്ക് ബാ. മിഴിയൊരു കള്ളച്ചിരിയോടെ ലച്ചുവിന്റെ മേലെ കാലുകയറ്റി വെച്ചിട്ട് പറഞ്ഞു. എനിക്കിപ്പോ ഒരു സ്നേഹമില്ല. പുതിയ ആൾക്കാർ കിട്ടിയപ്പോ നമ്മളെ വേണ്ട. ലച്ചു പരാതി എന്ന പോലെ പറഞ്ഞു. എനിക്കെന്റെ ലച്ചുവിനോടല്ലേ സ്നേഹമുള്ളത്? ടീസക്കൊച്ചിന്റെ അമ്മൂമ്മേനോട് പെബേട്ടനോടൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾ വലിയ കാര്യം എന്ന പോലെ പറഞ്ഞു. അപ്പോ ഇച്ചായനോടോ? ലച്ചു അറിയാതെ തന്നെ അവളിൽ നിന്ന് ആ ചോദ്യം വന്നു. ലച്ചുവിന്റെ ഇച്ചായ എന്ന് വിളി കേട്ട് മിഴി അവൾ സംശയത്തോടെ നോക്കി. ലച്ചു അനവേദു? കണ്ണുകൾ വിളിച്ച് അവൾ ചോദിച്ചു. മിഴിയുടെ ആ ചോദ്യം കേട്ട് ലച്ചു ഞെട്ടി. അത് നിനക്കിങ്ങനെ അറിയാം? അവൾ അറിയാനുള്ള ആകാംക്ഷയിൽ മിഴിയോട് ചോദിച്ചു. അതിനോട് പറഞ്ഞിരുന്നു, വേദു സ്പെഷ്യൽ ആയതുകൊണ്ട് ഇച്ചായ എന്നാ വിളിച്ചാന്ന്. അവൾ എന്തോ കാര്യം കണ്ടുപിടിച്ച പോലെ പറഞ്ഞു. ലച്ചുവിന്റെ ഉള്ളിൽ സുഖമുള്ള എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു വിങ്ങൽ നിറഞ്ഞു. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പേര് വേണം വിളിക്കാൻ, മിഴി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തിനാ നിനക്ക് സ്പെഷ്യൽ? ലച്ചു സംശയത്തോടെ ചോദിച്ചു. അത് ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ സ്പെഷ്യൽ വേണം. അവൾ എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. അതിന് നിങ്ങൾ പരിചയപ്പെട്ടിട്ട് അധികം സമയമായില്ലല്ലോ, അപ്പോഴേക്കും സ്പെഷ്യലായോ? ലച്ചു കയ്യിൽ തലതാങ്ങി അവൾക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് വലിയ ഇഷ്ടമായി. എന്നെ കുഞ്ഞൂശ എന്നാ വിളിച്ചിനെ. എനിക്ക് എപ്പോഴും കൂതിയിരിക്കാൻ തോന്നുക. അവൾ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാധാരണ മിഴി ആരുമായിട്ട് അധികം അടുക്കാത്തതാണ്. ഡെന്നിയുമായി മണിക്കൂറുകളുടെ പരിചയമുള്ളൂവെങ്കിലും വല്ലാത്തൊരു ആത്മബന്ധമാണ്. അവൻ കുഞ്ഞിനെ എടുത്തു നിൽക്കുമ്പോൾ അത് കാണുന്ന ആർക്കായും തോന്നും. ലച്ചുവിന്റെ ചിന്തകൾ കാട് കയറി. മിഴിയാണെങ്കിൽ സ്കൂളിലെ വിശേഷങ്ങൾ തൊട്ട് ഡെന്നിയുടെ കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. അതിന്റെ ലച്ചു എന്റെ ക്ലാസ്സിലെ അപ്പൂല്ലേ, അവൻ പറയാനേ അവന്റെ പപ്പയുടെ ഷെയ്ബ് ഐഷാനെന്ന്. അതെന്താ ലച്ചു? അവൾ സംശയത്തോടെ ചോദിച്ചു. അതവന്റെ പപ്പയല്ലേ, അതുകൊണ്ടാ അവൻ പപ്പയുടെ പോലെ ആയിരിക്കും, ലച്ചുവളോട് പറഞ്ഞു. മിഴിയാതെ കേട്ട് ആലോചനയുടെ കിടന്നു. പതിയെ കൈകൾ ഉയർത്തി തന്റെ കണ്ണിൽ തൊട്ടു. പിന്നെ എന്തോർത്ത പോലെ കട്ടിൽ നിന്ന് ചാടിയിറങ്ങി. ഞാൻ ഇപ്പൊ വരാമേ. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ലച്ചു അവളുടെ ഓട്ടം കണ്ട് അന്ന് വിട്ടു. ഹാളിലെ ഡോർ ക്ലോസ് ചെയ്യുന്ന പ്രഭാകരൻ തള്ളിമാറ്റി അവൾ പുറത്തേക്ക് ഓടി ഡെന്നിയുടെ ഫ്ലാറ്റിൽ തട്ടി. ഡോർ തുറന്ന ട്രീസ് കാണുന്ന അക്ഷമയുടെ ഡോറിൽ തട്ടുന്ന മിഴിയാണ്. എത്ര സമയമായി ഞാൻ വന്നിട്ട്, ഒന്ന് വേഗം തുറന്നൂടെ, ആരങ്ങോട്ട്. അവരെ തള്ളിമാറ്റി അവൾ അകത്തേക്ക് ഓടി. എന്താ സംഭവം എന്നറിയാതെ ട്രീസ ഡോറിൽ അന്നം വിട്ടിരിക്കുന്ന പ്രഭാകരൻ നോക്കി. അയാൾ അവർക്ക് നേരെ കൈമലർത്തി. കട്ടിലിൽ ഫോൺ നോക്കിയെടുക്കുന്ന ഡെന്നിയുടെ അടുത്തേക്ക് മിഴി ഓടി. വലിഞ്ഞു കയറി അവന്റെ നെഞ്ചിലിരുന്ന് കണ്ണിൽ ഉമ്മ വെച്ച്. അവനും ഫോൺ മാറ്റിവെച്ച് അവളുടെ കണ്ണുകളിൽ മാറി മാറി മുത്തമിട്ടു. ഉറക്കൊന്നുമില്ലേ എന്റെ കുഞ്ഞൂസിന്? മുഖത്തേക്ക് വീണ്ടെടുക്കുന്ന അവളുടെ കുഞ്ഞു മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാനേ സ്പെഷ്യൽ പേര് കണ്ടുപിടിച്ചല്ലോ, അവൾ ആവേശത്തോടെ പറഞ്ഞു. എന്നിട്ട് എവിടെ വിളിച്ച് കേക്കട്ടെ ഞാൻ, അവൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. പപ്പ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. അവന്റെ ഹൃദയത്തിൽ സുഖമുള്ളൊരു നീറ്റൽ നിറയുന്നു അവൻ അറിഞ്ഞു. അതിന് ഫലമായി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റിരുന്നു. ഒന്നുകൂടെ വിളിച്ച കുഞ്ഞൂസേ, അവൻ സന്തോഷത്താൽ ഇടറിയ വാക്കുകളോടെ പറഞ്ഞു. പപ്പേ, അവൾ കൊഞ്ചി വിളിച്ചുകൊണ്ട് അവനെ മേലേക്ക് ചാഞ്ഞു. പപ്പയാട്ടോ, എന്റെ കുഞ്ഞൂസിന്റെ പപ്പയാ. അവൻ ആ കുഞ്ഞുമുഖത്ത് തുരുതുരെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ താടി രോമങ്ങൾ കൊള്ളുമ്പോൾ ഇക്കിളിയെടുത്തുകൊണ്ടുള്ള മിഴിമോളുടെ പൊട്ടിച്ചിരി അവിടെ ആകെ അലയടിച്ചു. വാതിൽക്കൽ ഇതെല്ലാം കണ്ടിരുന്ന എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. ട്രീസ കണ്ണുകൾ തുടച്ചുകൊണ്ട് മാറി നിന്നു. എന്നാൽ ലച്ചുവിന്റെ മുഖത്ത് മാത്രം ഞെട്ടലായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം തന്നെ അത് വാശിയോടെ തുടച്ചു മാറ്റി ആ മിഴികൾ ഡെന്നിയിലും മിഴി നട്ടു. പക്ഷേ അവർ രണ്ടുപേരും ഇതൊന്നറിയാതെ അവരുടെ ലോകത്തായിരുന്നു.